പ്രിയപ്പെട്ടവരെ, ടി.പി. സെൻകുമാർ IPSനെ നിങ്ങൾ മറന്നു കാണുകയില്ല എന്ന് വിചാരിക്കുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന സമയത്ത് ഇദ്ദേഹത്തെ സംസ്ഥാനത്ത് പോലീസ് മേധാവിയായിട്ട് നിയമിച്ചത്. പിണറായി സഖാവ് വന്ന് 3-ാം ദിവസം അദ്ദേഹത്തെ പോലീസ് മേധാവിയുടെ കസേരയിൽ നിന്ന് മാറ്റി മറ്റൊരു ലാവണത്തിലേക്ക് വിട്ടത്. അതിനെതിരെ അദ്ദേഹം ആദ്യം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലും പിന്നീട് കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിലും കേസ് കൊടുത്തു. 2 സ്ഥലത്തും വിപരീത വിധി ഉണ്ടായിട്ടും സുപ്രീം കോടതിയിൽ പോയി അനുകൂല വിധി സമ്പാദിച്ചത്. റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ഏതാനും മാസങ്ങളെങ്കിലും സംസ്ഥാന പോലീസ് മേധാവിയുടെ കസേരയിൽ തിരിച്ചു വന്നിരുന്നത് ആ സ്ഥാനത്ത് നിന്ന് അന്തസ്സോടെ അഭിമാനത്തോടെ തല ഉയർത്തി പിടിച്ച് റിട്ടയർ ചെയ്ത് പോയതുമൊക്കെ മറക്കാൻ സമയമായിട്ടില്ല. ഞാനിത് പറയുമ്പോഴെങ്കിലും എല്ലാവരും ഇത് ഓർമ്മിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ സെൻകുമാറിന് ഓർക്കാൻ കാര്യമെന്ന് വെച്ചാൽ ഈ സെൻകുമാറിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്ന മറ്റൊരു സിവിൽ സർവീസുകാരൻ കൂടിയുണ്ട്. സാധാരണ സിവിൽ സർവീസുകാരെ ഒരു ലാവണത്തിൽ നിന്ന് വേറൊരു ലാവണത്തിലേക്ക് മാറ്റിയാൽ അവരങ്ങനെ കേസിനും വഴക്കിനും കൂട്ടീശ്വരത്തിനൊന്നും പോവുകയില്ല. എവിടെ ഇരുന്നാലും ശമ്പളം കിട്ടുമല്ലോ 31-ാം ദിവസം, അല്ലെങ്കിൽ 30-ാം ദിവസം കാശ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് അവർ ആ മാറ്റപ്പെടുന്ന ലാവണത്തിലേക്ക് പോവുകയാണ് ചെയ്യുക. ഇനിയിപ്പോൾ ഒരു സിവിൽ സർവീസുകാരനെ സസ്പെൻഡ് ചെയ്താൽ പോലും അവരങ്ങനെ കേസിനൊന്നും പോവില്ല. സാധാരണ വില്ലേജ് ഓഫീസർമാരോ തഹസിൽദാർമാരോ കാണിക്കുന്ന ഒരു വ്യവഹാര താല്പര്യം പോലും സിവിൽ സർവീസുകാർ കാണിക്കുകയില്ല. കാരണം അവർക്കറിയാം ഇതൊക്കെ ഇത്രേ ഉള്ളൂ എന്നല്ല. മാത്രമല്ല, രാഷ്ട്രീയക്കാർക്ക് കുതിരയേറാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ സിവിൽ സർവീസ് അല്ലെങ്കിൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസും പോലീസ് സർവീസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാം. അപ്പോൾ 10-ാം ക്ലാസ്സിൽ തോറ്റ് പഠിത്തം അവസാനിപ്പിച്ച അല്ലെങ്കിൽ കോപ്പി അടിച്ച് പാസ്സായ മന്ത്രിമാർ പോലും ഈ IASകാരെ IPSകാരെയൊക്കെ തോന്നുംപടി ഫുട്ബോൾ തട്ടുന്ന പോലെ തട്ടിക്കളിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പരസ്യമായിട്ട് ശാസിക്കുന്നത് കേൾക്കാറുണ്ട്, പുച്ഛിക്കുന്നത് പരിഹസിക്കുന്നതൊക്കെ കേൾക്കാറുണ്ട്. ഇതൊക്കെ ഈ ആട്ടും തുപ്പമൊക്കെ കേട്ട് സഹിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നവരാണ് ഭൂരിപക്ഷം IASകാരും IPSകാരും മറ്റ് Sകാരും. വലിയ കഷ്ടമാണ് അവരുടെ കാര്യം. പക്ഷേ ചിലപ്പോൾ അപൂർവത്തിൽ അത്യപൂർവമായിട്ടെങ്കിലും ചങ്കൂറ്റമുള്ള നട്ടലുള്ള പോടാ പട്ടി എന്ന് പറയാൻ ധൈര്യമുള്ള IPSകാരും IASകാരും ഉണ്ടാകാറുണ്ട്. അതിലൊരാളാണ് സെൻകുമാർ. സെൻകുമാർ അല്ലാതെ ഒരു പോലീസുകാരൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കേസിന് പോയില്ല. കാരണം സെൻകുമാറിൻ്റെ ഭാഗത്താണ് ന്യായം എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് അദ്ദേഹം കേസിന് പോയി. പിന്നീട് CPMകാരും അവരുടെ അനുഭാവികളൊക്കെ ഇദ്ദേഹം വലിയൊരു സംഘപരിവാറുകാരനാണെന്നൊക്കെ പറഞ്ഞ് പുള്ളിയെ കുറ്റപ്പെടുത്തി. അതൊക്കെ വേറെ കഥയാണ്. ഏതായാലും ഈ സെൻകുമാറിൻ്റെ വർഗത്തിൽപ്പെട്ട വേറൊരു ഉദ്യോഗസ്ഥനെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അദ്ദേഹത്തെ നിങ്ങൾക്കറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. പുള്ളിയുടെ പേര് B. അശോക് എന്നാണ്. ഡോക്ടർ B. അശോക് എന്ന് പറയും. ഇദ്ദേഹം ഈ മൃഗശാസ്ത്രത്തിലാണ് പുള്ളിയുടെ ബിരുദം. അതാണ് ഡോക്ടർ, വെറ്ററിനറി ഡോക്ടറാണ്. വെറ്ററിനറി കോളേജിൽ നിന്നാണ് അദ്ദേഹം ബിരുദം നേടിയത്. അതിനുശേഷം സിവിൽ സർവീസ് പരീക്ഷ എഴുതി പാസ്സായി IASകാരനായി വിവിധ തസ്തികകളിൽ പ്രവർത്തിച്ചു. അദ്ദേഹം സബ് കളക്ടറായിട്ട് ജോലിയിൽ പ്രവേശിച്ചു, പിന്നെ കളക്ടറായി. അദ്ദേഹം ആദ്യം ഇദ്ദേഹത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. മിക്കവാറും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ സിവിൽ സർവീസുകാരും ഒക്കെ കഥാകൃത്തുക്കളാണ്, അല്ലെങ്കിൽ കവികളാണ്, നിരൂപകന്മാരാണ്. ഇദ്ദേഹം ആ വക കൈക്കറികളൊന്നും ചെയ്തിട്ടില്ല. പുള്ളി ലേഖനങ്ങൾ എഴുതുന്ന ആളാണ്. അത് സാമാന്യം പൊളിറ്റിക്കലായിട്ടുള്ള ലേഖനങ്ങൾ തന്നെയാണ് എഴുതാറ്. സിവിൽ സർവീസിലുള്ള അനുഭവം, അദ്ദേഹം സാധാരണ ദൈനംദിന ജീവിതത്തിൽ കാണുന്ന ചില കാര്യങ്ങളൊക്കെ ലേഖനങ്ങൾ എഴുതുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ ഒരു സമയത്ത് കേരള ശബ്ദം സ്വതന്ത്ര രാഷ്ട്രീയ വാരികയിലാണ് വന്നുകൊണ്ടിരുന്നത്. ഞാനിത് സ്ഥിരമായിട്ട് വായിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് വളരെ മതിപ്പ് തോന്നിയ ഒരു ലേഖനം അത് വായിച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് ഇത് വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞത്. അത് ഈ ശബരിമല പ്രവേശനത്തെ സംബന്ധിച്ച് സുപ്രീം കോടതി വിധി വരികയും ഈ വിധി തൽക്ഷണം നടപ്പാക്കി ഇവിടെ നവോത്ഥാനം ഉണ്ടാക്കാമെന്ന് നമ്മുടെ കാരണഭൂതം തീരുമാനിക്കുകയും ചെയ്ത സമയത്താണ്. ഈ സുപ്രീം കോടതി വിധിയിൽ വന്നിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പരാധീനത എന്താണ്, അത് കേരളീയ സമൂഹത്തിൽ എങ്ങനെയാണ് ധ്രുവീകരണം ഉണ്ടാക്കുന്നതെന്ന് വളരെ കൃത്യമായിട്ട് ഈ ഡോക്ടർ അശോക് എഴുതിയിരുന്നു. അതിനു മുമ്പ് ഞാൻ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലും ഇത് വായിച്ചപ്പോൾ എനിക്ക് അദ്ദേഹത്തോടുള്ള മതിപ്പ് വർദ്ധിച്ചു. ഞാൻ ഉടനെ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് ഇത് വളരെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. വല്ലപ്പോഴൊക്കെ വിളിക്കുന്നൊരു ഉദ്യോഗസ്ഥനാണ് ഈ അശോക്. അദ്ദേഹം ആദ്യമായിട്ട് ലൈം ലൈറ്റിൽ വരുന്ന അല്ലെങ്കിൽ ഒരു വിവാദ പുരുഷനായി മാറിയത് ഇദ്ദേഹം ഏതോ ഒരു ലേഖനത്തിൽ നരേന്ദ്രമോദിയെക്കുറിച്ച്, മോഡി പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പാണ്, പോസിറ്റീവായിട്ട് എന്ത് എഴുതി. നമ്മുടെ ഭരിക്കുന്ന ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അന്ന് അദ്ദേഹം ഈ കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് പ്രവർത്തിക്കുക. അപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ കേരള സംസ്ഥാനത്ത് വൈസ് ചാൻസലറായിട്ടിരിക്കുന്ന ഒരാൾ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന മോഡിയെക്കുറിച്ച് പ്രശംസാപരമായ ലേഖനം എഴുതിയത് ഇവിടെയുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ആരവിടെ അവനെ ക്രൂശിക്കുക എന്ന് ഉടനെ മുറവിളി ഉയർന്നു ഇടതുപക്ഷക്കാരും നവോത്ഥാനവാദികളുമൊക്കെ.
ഈ അശോകിൻ്റെ ചോരയ്ക്ക് വേണ്ടിയിട്ട് മുറവിളി കൂട്ടി. അന്ന് ശ്രീമാൻ ഉമ്മൻചാണ്ടിയാണ് കേരള മുഖ്യമന്ത്രി. ഉമ്മൻചാണ്ടി ഇത് ഇലക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ പരിഹരിച്ച് കളയാം എന്ന് കരുതി അശോകിനെ ആ സർവീസിലേക്ക് തിരിച്ചു വിളിച്ചു. ഉമ്മൻചാണ്ടി വിചാരിച്ചത് കൊല്ലം കളക്ടറെ കോട്ടയം കളക്ടറാക്കുന്ന പോലെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. സർക്കാർ ശമ്പളം കൊടുക്കുന്ന ഉദ്യോഗസ്ഥനാണല്ലോ IAS അയാളെ വൈസ് ചാൻസലറുടെ ഉദ്യോഗത്തിൽ നിന്ന് പിൻവലിച്ച് വേറൊരു തസ്തികയിൽ ഇരുത്തിക്കളയാം എന്ന് വിചാരിച്ചു. പക്ഷേ അശോക് അതിനെതിരെ കേസിന് പോയി. അദ്ദേഹം പറഞ്ഞത് ഒരിക്കൽ വൈസ് ചാൻസലറായിട്ട് നിയമിച്ചാൽ അതിന് വേറൊരു പ്രൊസീജിയറാണ്, ആ കാലാവധി തീരുന്നതിന് മുമ്പ് തിരിച്ചു വിളിക്കാൻ പറ്റുകയില്ല, ചട്ടം അതാണ്. ഉടനെ അദ്ദേഹം ഈ ചട്ടം ഉയർത്തിക്കൊണ്ട് കേസിന് പോയി. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ ഇദ്ദേഹത്തിന് എതിരായിട്ട് വിധിച്ചു. പക്ഷേ ഹൈക്കോടതിയിൽ വന്നപ്പോൾ ശ്രീ ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായരും CK അബ്ദുൾ റഹീമും ഉൾപ്പെട്ട ബെഞ്ചാണെന്നാണ് എൻ്റെ ഓർമ്മ, ഇദ്ദേഹത്തിന് അനുകൂലമായിട്ട് വിധിക്കുകയും അദ്ദേഹത്തെ മറ്റേ വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെയാണ് പുള്ളി സാമാന്യം പ്രസിദ്ധനായത്. ആ കാലത്ത് ഇയാളൊരു വലിയ സംഘപരിവാറുകാരനാണ് എന്ന പ്രചാരണമൊക്കെ ഉണ്ടായി. പുള്ളി അതൊന്നും ഗൗനിച്ചില്ല. പുള്ളി ആ വിഭാഗത്തിൽപ്പെട്ട ആളല്ല എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഈ ലേഖനങ്ങൾ നിരന്തരമായി വായിക്കുന്നതുകൊണ്ട് എനിക്കറിയാം. പുള്ളി നരേന്ദ്രമോദി കൊള്ളാമെന്ന് പറഞ്ഞാൽ മോദി കൊള്ളാമെന്ന് പറയും, കൊള്ളില്ലാന്ന് പറഞ്ഞാൽ കൊള്ളില്ലാന്ന് പറയും. അങ്ങനെ തൻ്റെ ഇടമുള്ളൊരു ഉദ്യോഗസ്ഥനാണ്, നിലപാടുള്ള ആളാണ്. അതാണ് വ്യത്യാസം. ഈ സർവീസിലിരുന്ന് കാണുന്നവനെയൊക്കെ തൊഴുകയും ഓച്ചാനിക്കും, ഇവർ കാണാതെ വല്ലതുമൊക്കെ കക്കുകയും മോട്ടിക്കുകയും ഒക്കെ ചെയ്തവർക്ക് അങ്ങനെ താണ് തൊഴുത് നിന്നാൽ മതി. ഇതങ്ങനെയല്ല, നിലപാടുള്ള ആളാണ്, തൻ്റെ അടിയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അദ്ദേഹത്തിന് വിരോധികളുണ്ടായിട്ട്. ഇപ്പം നമുക്കറിയാം, പുള്ളി KSEBയിൽ ഇരുന്ന സമയത്ത്, KSEBയുടെ ചെയർമാനായിരുന്ന സമയത്ത് എന്തൊക്കെ പുലിവാലുകളുണ്ടാക്കിയത്. അവിടുത്തെ ഈ ഓവർസിയർമാരുടെ സംഘടന, എഞ്ചിനീയർമാരുടെ സംഘടന, മിനിസ്ട്രിയൽ സ്റ്റാഫിൻ്റെ സംഘടന, ഇതൊക്കെ ഒരുപാട് പുകിലുകളും പുക്കാറുകളും ഉണ്ടാക്കി. പുള്ളി അവരായിട്ടൊക്കെ ഫൈറ്റ് ചെയ്ത് നിന്നു ഒരു പരിധി വരെ. കുറേ കഴിഞ്ഞപ്പോൾ മന്ത്രി കൃഷ്ണൻകുട്ടിക്ക് മനസ്സിലായി ഇത് ഈ രീതിയിൽ പോയാൽ ശരിയാവില്ല. അദ്ദേഹത്തെ തിരിച്ച് ആ സർക്കാർ ലാവണത്തിലേക്ക് തന്നെ അയച്ചു. അന്നും പുള്ളി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ല. വിട്ടുവീഴ്ച ചെയ്ത് ഈ മാർക്സിസ്റ്റുകാരെ ഈ CIDUകാരെയൊക്കെ കാണുമ്പോൾ ഒച്ചാനിച്ച് നിന്നിരുന്നെങ്കിൽ ലൈൻമന്മാരുടെ മറ്റേ മരത്തുമ്മ കയറുന്നവരുടെയൊക്കെ മുമ്പിൽ ഒച്ചാനിച്ച് നിന്നെങ്കിൽ പുള്ളിക്ക് തുടരാമായിരുന്നു. അതിന് കൂട്ടാക്കിയില്ല, തിരിച്ച് പഴയ സ്ഥലത്തേക്ക് തന്നെ വന്നു. ഇപ്പോഴും വീണ്ടും സംഭവിച്ചിട്ടുള്ള ഇതാണ്. അദ്ദേഹം കൃഷി വകുപ്പ് സെക്രട്ടറിയും അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കമ്മീഷണറായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഈ കൃഷി വകുപ്പിൽ നിന്ന് ഇയാളെ ഉടനെ ഷണ്ടിക്കണം എന്ന് ബന്ധപ്പെട്ട ആളുകൾ തീരുമാനിച്ചു. കാരണം പുള്ളിയുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുള്ളൂ. അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എന്തൊരു പരിഷ്കാര കമ്മീഷൻ ഉണ്ടാക്കി നമ്മുടെ VS അച്യുതാനന്ദനെ ഇരുത്തിയ പോലെ പുതിയൊരു തസ്തിക സൃഷ്ടിച്ച് ഇതിലേക്ക് ഏറ്റവും പറ്റിയ ആൾ ഡോക്ടർ B അശോകാണ് എന്ന് കരുതി അദ്ദേഹത്തെ അങ്ങടേക്ക് വിട്ടു. വേറെ ഏതെങ്കിലും ഉദ്യോഗസ്ഥനാണെങ്കിൽ വാലും ചുരുട്ടി അവിടെ പോയിരുന്നേനെ, കിട്ടുന്ന ശമ്പളം മേടിച്ച് സമാധാനമായിട്ട് കഴിഞ്ഞു കൂടിയത്. അല്ലെങ്കിൽ അവിടെ ഇരുന്ന് നോവൽ വായിക്കാം. പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലാത്ത പോസ്റ്റുകളിലെ ആൾക്കാർ അങ്ങനെ ചെയ്യാം. നോവൽ വായിക്കാം, ചെറുകഥ വായിക്കാം, നമ്മുടെ ലോകപരിചയം വർദ്ധിപ്പിക്കാം, അല്ലെങ്കിൽ വേറൊരു ഡോക്ടറേറ്റിന് ശ്രമിക്കാം. ഇങ്ങനെയുള്ള സമയത്ത് ആളുകൾ ഇതൊക്കെ ചെയ്യാം. ജോലിയില്ലാത്ത ലാവണത്തിലിരിക്കുമ്പോൾ മനുഷ്യർ ചെയ്യുന്ന ജോലികളാണ്. അല്ലെങ്കിൽ യോഗാഭ്യാസം പരിശീലിക്കാം, ജാലവിദ്യ പഠിക്കാം, പല പരിപാടികളുണ്ട്. IASകാർക്ക് സത്യസന്ധരായ ഉദ്യോഗസ്ഥർ ആ സർക്കാർ മാറി വരുമ്പോൾ സാധാരണ ചെയ്യുന്ന പരിപാടിയാണ്. IPSലാണെങ്കിലും IASലാണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. ആ KSRTCയുടെ MD ആയിട്ടൊക്കെ അയച്ച വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മൾ വീട്ടിൽ ബാജിക്ക് പഠിക്കാം, അല്ലെങ്കിൽ തപാൽ മാർഗം നീന്തൽ പഠിക്കാം. അതിനൊക്കെ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അതല്ലെങ്കിൽ ട്രിവാൻഡ്രം ക്ലബ്ബിൽ പോയിട്ട് ടെന്നീസ് കളിക്കൂ, വൈകുന്നേരം കാശ് വെച്ച് ചീട്ട് കളിക്കുക, വെള്ളം അടിച്ച് പലയിടത്ത് കിടക്കുകയൊക്കെ ചെയ്യും. ഏതായാലും ഡോക്ടർ അശോക് അതിന് തയ്യാറായിരുന്നില്ല. പുള്ളി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നന്നാക്കുന്ന കമ്മീഷനിലിരിക്കാൻ താല്പര്യമില്ല എന്ന് കാണിച്ച് അതിലൊരു വലിയ ചട്ടലംഘനം കൂടിയുണ്ട്. കാരണം ഇത് ഡെപ്യൂട്ടേഷൻ പോസ്റ്റാണ്. ഒരു സിവിൽ സർവീസുകാരനെ ഡെപ്യൂട്ടേഷനിൽ അയക്കുന്നതിന് മുമ്പ് അയാളുടെ രേഖാമൂലമായ അനുവാദം വാങ്ങിയിരിക്കണം, സമ്മതം വാങ്ങിയിരിക്കണം. ഈ അശോകിൻ്റെ കാര്യത്തിൽ അതുണ്ടായില്ല. ഇവർ വിചാരിച്ച്, ഈ സഖാക്കന്മാർ വിചാരിച്ച് ഇയാളെ അങ്ങോട്ട് തട്ടിക്കഴിഞ്ഞാൽ പുള്ളി പൊക്കോളും എന്നാണ്. പുള്ളി പോയില്ല എന്ന് മാത്രമല്ല, സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ കേസ് കൊടുക്കുകയും ചെയ്തു. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ബന്ധപ്പെട്ട രേഖകളൊക്കെ പരിശോധിച്ചു. 6 മാസം പോലും ആയില്ല. ജനുവരി 8 പറ്റിയാണ് സർക്കാരിൻ്റെ ഉത്തരവ്. ജൂൺ 8 ആവുന്നതിന് മുമ്പ് തന്നെ വിധി വന്നു. ഇദ്ദേഹത്തെ നാട് കടത്തിയത് ശരിയല്ല, ചട്ടലംഘനമുണ്ട് എന്ന് ട്രിബ്യൂണൽ ഫൈൻഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഡോക്ടർ അശോക് 2ാം പട്ടവും, ആദ്യം ഉമ്മൻചാണ്ടിക്ക് സർക്കാരിനെതിരായിട്ടാണ്, ഇപ്പോൾ പിണറായി സർക്കാരിനെതിരായിട്ടാണ്. വീണ്ടും കോടതി വിധിയുമായി സർവീസിൽ പഴയ ലാവണത്തിൽ തിരിച്ചു വരികയാണ്. എന്ന് വെച്ചാൽ കാരണഭൂതന അദ്ദേഹത്തെ ആ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കമ്മീഷണറായിട്ടും കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായിട്ട് വച്ച് വാഴിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഉമ്മൻചാണ്ടി അല്ലല്ലോ കാരണഭൂതൻ.
മിക്കവാറും ഇതിനെതിരായിട്ട് സർക്കാർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ കേസ് കൊടുക്കും. ഡിവിഷൻ ബെഞ്ചിൽ തോറ്റാൽ സുപ്രീം കോടതിയിൽ കൊടുക്കും. അവിടെ തോറ്റാൽ പിന്നെ ഹേഗിൽ അന്തർദേശീയ കോടതിയിൽ കൊടുക്കും. പല സ്ഥലത്തും കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ ജനകീയ കോടതിയിലേക്ക് അപ്പീൽ കൊടുക്കും. അതുവരെ കാരണഭൂതൻ്റെ ഭരണം ഉണ്ടാവുകയാണെങ്കിൽ അതിനൊക്കെ സാധ്യതയുണ്ട്. ഇവിടെ കൊണ്ടൊന്നും തീരുന്ന എനിക്ക് പ്രതീക്ഷയില്ല. എന്നാൽ പോലും ഡോക്ടർ അശോക് ഒരു പ്രാവശ്യം കൂടി അദ്ദേഹത്തിൻ്റെ തൻ്റെ ഇടം തെളിയിച്ചിരിക്കുകയാണ്. നട്ടലുള്ളവരാണ്. IAS-ലാണ് എന്ന് കരുതി ആരുടെ മുമ്പിൽ തല കുനിക്കേണ്ട ആവശ്യമില്ല. ആരെ കാണുമ്പോഴും വാക്കായി പോത്തി നിൽക്കേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തെ സർവാത്മന അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഈ 10-36 കൊല്ലം നീണ്ട അഭിഭാഷക ജീവിതത്തിനിടയിൽ ഒരുപാട് IAS-കാരെ IPS-കാരൊക്കെ കാണാനിടയുണ്ട്. ഇതുപോലെ തൻ്റെ ഇടമുള്ള ആളുകൾ അപൂർവത്തിൽ അത്യപൂർവമാണെന്നല്ല, അത്യപൂർവത്തിൽ അത്യപൂർവമാണ്. അതുകൊണ്ട് എൻ്റെ എളിയ അഭിനന്ദനങ്ങൾ സ്വീകരിക്കണം എന്ന് ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്. ഇത് കാണുന്ന വലിയൊരു വിഭാഗം ആളുകൾക്ക് ഇതേ അഭിപ്രായം ഉണ്ടാകും എന്നും എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഡോക്ടർ അശോക് ഇനിയും തൻ്റെ അടുത്തുകൂടി മുന്നോട്ട് പോവുക. ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ എല്ലാവിധ പിന്തുണയും താങ്കൾക്കൊപ്പമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.